ഹലോ ഗൈസ്, മൈൻക്രാഫ്റ്റ് സീരീസിലെ 4ാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളിന്ന് കേവ് ഫുൾ ഒബ്സർവ് ചെയ്യാൻ പോവാണ്. നമുക്ക് കുറേ ഫുഡും കൊണ്ടുപോകണം. എന്തൊക്കെ ആവശ്യം വരുമെന്ന് പറയാൻ പറ്റൂല. ഫുൾ സാധനങ്ങൾ ഞാൻ അതിൻ്റെ ഇൻവെൻറ്ററി ഒന്ന് ക്ലീൻ ആക്കട്ടെ. ബെഡ് ആവശ്യമുണ്ടാവും, ഇതും ആവശ്യം വരും, കോബിൾ സ്റ്റോൺ ആവശ്യം വരും, വുഡ് ഇത് അതവിടെ ഇരിക്കട്ടെ. ആവശ്യം വരുന്നതാണ് ഇപ്പം നമുക്ക് നിലവിൽ ആവശ്യമുള്ളത് അതൊക്കെയാണ്. അപ്പം നമുക്കിനി ഇതും കൂടി എടുത്തുണ്ടാവും. ഓക്കെ, നമുക്ക് അവിടെയുള്ള കേവ് കൊള്ളാം. നമ്മൾ നേരത്തെ ഈ അയൺ ആർമറൊക്കെ ഉണ്ടാക്കിയത് ആയിരിക്കും. ഇനി അവിടെ ഇവിടെ അയണുണ്ട്, ഞാൻ അത്ര എടുത്തുള്ളൂ. അവിടെ ഇനിയും അയണാളൊക്കെ ഉണ്ട്, ഞാൻ അത്ര എടുത്തുള്ളൂ. അങ്ങനെ നീന്തണേ, എനിക്ക് നീന്താനൊന്നും അറിയില്ല, പക്ഷെ നമ്മൾ നീന്തും. അതാണ്, നീന്താനൊന്നും അറിയില്ല, നമ്മൾ നീന്തും. ഇക്ക നീന്താൻ അറിയില്ല, വെറുതെ ഒരു ദിവസം നീന്തിക്കതാ. ഇക്ക നീന്താൻ വെച്ചു, ഞാൻ ഇന്നലെ അന്തം വിട്ടുക്കണം. സത്യം, നമുക്ക് ലയൺ ഫാമൊക്കെ ഉണ്ടാക്കണം. അപ്പോൾ രണ്ടാവശ്യം വരാമെന്നറിയില്ല. ഞാൻ ആകെ ഒരു പ്രാവശ്യം കുത്തിരക്കി ഉണ്ടാക്കിയേക്കണം തന്നെ, അത് എങ്ങനെയാണെന്ന് എനിക്ക് ഓർമ്മയില്ല. പറ്റുകയാണെങ്കിൽ അതേപോലെ തന്നെ ഉണ്ടാക്കണം. അല്ലെങ്കിൽ കുറേ വേറെ കുറേ ആൾക്കാർ യൂട്യൂബിലിട്ടിട്ടുണ്ടാവും, അത് നോക്കണം. ചതിക്കരുത്. ചതിച്ചു മൈൻക്രാഫ്റ്റിനെ ചതിക്കുക എന്നുള്ളത് മാത്രമേ അറിയുള്ളൂ. ഇതൊരിക്കൽ തയ്യൊരു കോൾ എടുത്തുണ്ടാവും. പറ്റുകൾക്ക് ഇന്ന് ഡയമണ്ട് ആർമർ ഫുള്ളാക്കും. ഒരു സ്പോണർ കണ്ടുപിടിക്കണം, ഒരു XP ഫാം ആക്കാം. സ്പോണർ ഇവിടെ ഉണ്ടെങ്കിലല്ലേ. കേവിൽ ചിലപ്പോൾ പോയാൽ കാണും. കേവല്ലേ ആള്. നമ്മൾ മല കയറുക. അത് വേൾഡ് റെക്കോർഡ് കേടും കേട്ടോ. അപ്പോൾ ഗൈസ്, വേൾഡ് റെക്കോർഡ് കേടും. സത്യം, വേൾഡ് റെക്കോർഡ് ഞാൻ നേടാൻ പോവാണ്. വേൾഡ് റെക്കോർഡ് ഇപ്പം നേടും, ഞാൻ ഇപ്പം നേടും വേൾഡ് റെക്കോർഡ്. അല്ലാത്ത അത്രക്കൊന്നുമില്ല. ഞാൻ വേൾഡ് റെക്കോർഡ് നേടി. ആ ഐസ് ഭയമില്ലേ, അതൊക്കെ നമുക്ക് ചുറ്റിക്കറങ്ങണം. അവിടുത്തെ സാപ്ലിംഗ് ഒക്കെ എടുത്തിട്ടുണ്ട് നമുക്ക്. അതൊക്കെ നമുക്ക് ഡയമണ്ട് ആർമർ ആയിട്ട് മതി. എവിടെ അന്നത്തെ കേവ് എന്താ സമയം ഒന്ന് അറിയണവർ പറയും കേട്ടോ. എന്താ സംഭവം മനസ്സിലായി. ഇത് നോക്കിയൊക്കെ മുകളിൽ ടോർച്ചിൻ്റെ അങ്ങനെ ഉണ്ടാവും എന്നറിയാം. പൂവിൻ്റെ ആരുടെ മുട്ടാണ്ടോ, ആർക്കും തൊല്ലാണ്ടോ, തല്ലാൻ പുതിയ ആർക്കെങ്കിലൊക്കെ ഉണ്ടോ? അത് അവിടെ രണ്ട്. ചേടാ, ഒരു വാട്ടർ ബക്കറ്റ് എടുത്ത് തന്നാൽ മതിയായിരുന്നു. ഒരു 3 ബക്കറ്റ് ഉണ്ട്, വാട്ടർ ബക്കറ്റ് ഉണ്ടാക്കാം. ഇവിടെ ആയാണുള്ളൂ. ബേസിക് അവനക്ക് മടിയാ. ഇനി ഇവിടെ അയണഞ്ഞ ഉണ്ടാവില്ല കേട്ടോ. ഞാൻ അയണ് നോക്കി ഇറങ്ങിയാല് ഒരു ഡയമണ്ട് മൈനിങ്ങിന് വന്നതാ. അപ്പം അയണ നോക്കണം നമ്മള്. വെള്ളം, ഈ വെള്ളം പോകാൻ പറ്റും. അത് ഇവിടെ വെച്ച് സ്റ്റോപ്പ് ആവും. നമുക്ക് ബുദ്ധി വേണം, ബുദ്ധി. ഇൻ്റെ അത്ര ബുദ്ധി ഇവിടുത്തെ ആർക്കില്ല. ബുദ്ധി ഉപയോഗിച്ചിട്ട് പോകണം. ബുദ്ധി ഉപയോഗിക്കാൻ പോകണം. ബുദ്ധി ഉപയോഗിച്ച് ഡീപ്പ് സെറ്റിൻ്റെ അങ്ങോട്ടെത്തി. സത്യം, ബുദ്ധി ഉപയോഗിച്ച്. അതാണ് ഞാൻ സ്പോണറാണ്.
ടോർച്ച് കണ്ടപ്പോ ഡീപ് സ്റ്റേറ്റ് നമുക്ക് ആദ്യത്തെ കിട്ടും ഗൈസ്. അമ്മേ 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 എന്തത്? ഇതെന്ത് സംഭവം? ഇതേത് സ്ഥലം? ഇവിടെ വല്ല സ്പോണറുണ്ടോ? ഞാൻ ഒരു വളർത്തോണ്ടോട്ടെ, അല്ലെങ്കിൽ പണി കിട്ടും. കൂളൊക്കെ നമ്മൾ തയ്യാറാക്കാണ്ട്, ക്രാഫ്റ്റിംഗ് ടേബിളൊക്കെ ഉണ്ട്. അതാണ് നമ്മൾ ഫുള്ള് സേഫ്റ്റി തരുള്ളൂ, എല്ലാത്തൊരുത്തിട്ടേ വരുള്ളൂ. കണ്ടില്ലേ? അതാണ് ഞാൻ ആവശ്യം ഉണ്ടാവും, അത് നമുക്കറിയാം. അവിടെ ഞാൻ എല്ലാം കൊടുത്തു വരും. കരക്കാൻ പോകുന്നുണ്ട്, അവിടെ ഞാൻ എല്ലാം കൊടുത്തു വരും. ഒരു കൂട് പൊട്ടിച്ച ലാഭമായില്ലേ? അതാണ് ഇങ്ങനെ സമ്മതിക്കണം. ഔഫ്, ഇതൊക്കെ ഒരു ബുദ്ധിയായി. ഇതിക്കൂടെ പോയേക്കാം. അതാണ് ഞാൻ നോക്കിയോടെ ഇങ്ങനെ ഡയമണ്ട് ആണോ? അതാ ഡയമണ്ട്, അത് ഡയമണ്ട്. ഓ, നമുക്ക് ഇന്ന് തന്നെ ഡയമണ്ട് ആർമർ ആക്കണം. ഒരു ഫോർച്യൂണർ 3 കിട്ടിയ ലാഭമായിരുന്നു. അതില്ല. സ്മെൽറ്റായോ? ഡേ അന്നോട് ഡേ ക്രാഫ്റ്റിംഗ് ടേബിളപ്പോ എവിടെ? ആയി ഇവിടെ ആദ്യത്തെ ബക്കറ്റ് എവിടെ? നമുക്ക് മുളക്കണം. എന്താ ഗതി ഇത്? ഇല്ല, ഇതെങ്ങോട്ടാ കൊണ്ടോണേ? ടോർച്ചൊക്കെ ആവശ്യം വരും. ശവലപ്പം ആവശ്യമില്ലാത്ത ഒന്ന് മുകളിൽ കയറി വളർത്തോണ്ടിരുന്നു. വളർത്തോണ്ടിരാ നമുക്ക്. വെള്ളം 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 പോലെ പോലെ പോലെ. ഇതാള കണ്ടില്ലേ? നമ്മൾ ജയിച്ചേ. നമ്മൾ ജയിക്കുന്ന് പറഞ്ഞാൽ ജയിക്കും. ഒന്ന് സ്പോണാതെ നമുക്കതൊക്കെ ഇവിടെ. പേടിയാവും, പേടി. എന്ത് പേടി? അതിനേക്കാളും വലിയ വാർഡൻ്റെ ഇതിക്ക് പോയിട്ടിട്ട് വാർഡൻ്റെ അടുത്ത് നിന്ന് ചത്തുവന്നിട്ടുള്ള ഞാൻ. എന്നിട്ടല്ലേ ഇതൊക്കെ പേടിപ്പെട്ടൊരു മോബില്ല, ഒരു മോബിനെ കാണാല്ല. എന്നിട്ട് ഇതൊക്കെ പേടി? എന്താടാ? പേടിയാണോ? വേഗം അവിടെ അങ്ങോട്ട് കൊണ്ടു. ഇവിടെ ഇറങ്ങി അപ്പൊ തന്നെ ഡയമണ്ട്. ഫോർച്യൂണർ 3 കിട്ടിയിട്ട് ഡയമണ്ട് ഒക്കെ ആക്കാം. അതാ അതാ ഡയമണ്ട്. എന്താടാ മുട്ടാണ്ടോ?
അല്ല എന്തത് എന്നെ വളഞ്ഞോ? അതാ ഞാൻ എൻ്റെ ടോർച്ച് കഴിഞ്ഞു. ഞാൻ നിങ്ങളെ എൻ്റെ ബേസിൽ പോയിട്ട് അപ്ഡേറ്റ് ചെയ്യാം. ഞാൻ ബേസിൽ പോയി ടോർച്ചൊക്കെ എടുത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഡയമണ്ട് മൈനിങ്ങാണോ? നിറച്ച് ഡയമണ്ട് ഉണ്ട്. എന്താ സംഭവം? ഡയമണ്ടോ? അല്ല ഗ്ലൗസ് കിഡ്. അല്ല ഇവിടൊക്കെ ഗ്ലൗസ് കിഡിനൊന്നും നോക്കാൻ നിന്നാ ഞാൻ ചാവണതാ. ഏതായാലും ഇവിടെ ഉണ്ടല്ലോ തീർത്തുണ്ടാവുക. ഇത് നിറച്ച് ഡയമണ്ട് ആണല്ലോ. ഡയമണ്ട് ആണ് ഇവിടെ. സ്പോണർ 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 സ്പോണർ. ഓ ആ ഇവിടെ ഈ ഒരു സംഭവമുള്ളതാണ് ഇവിടെ വെട്ടം വരുന്നത്. നമുക്ക് ഇതൊക്കെ എടുത്ത് മാറ്റാം. ഓട്ടോ സ്പോൺ ആവാത്തൊന്നും നമ്മളിവിടെ കുറേ നേരം തോന്നില്ല. കുറേ ഉണ്ടാവല്ലോ ഇവിടെ. ഏതായാലും നമുക്ക് ഇതൊക്കെ എടുത്തുണ്ടാവാം. എൻജോയിൻറ്റിങ് ബുക്കൊക്കെ ഉണ്ട്. അതൊക്കെ പിന്നെ നോക്കാം എന്താണെന്നൊക്കെ. 3 ഉണ്ട്. നല്ലതായാൽ മതിയായിരുന്നു. ആവശ്യമുള്ളത് ഏതായാലും സ്കെൽട്ടൺ സ്പോണർ കണ്ടുപിടിച്ചു നമ്മളെ. അപ്പോൾ ഇന്നത്തെ ഏകദേശം ഗോൾ കംപ്ലീറ്റ്. അമ്മച്ചേ എന്തത്? എന്താണ് ഞാൻ നിങ്ങളെ കൊല്ലാൻ വന്നല്ല പറഞ്ഞ. ഇവരൊന്നും ഞാൻ കൊല്ലാൻ വന്നല്ല. പക്ഷെ അവർ ഇക്കിട്ട് പണിയായിരുന്നൊക്കെ. ഇനി എവിടെയെങ്കിലൊക്കെ ഡയമണ്ട് ഉണ്ട്. അമ്പത്തൊക്കെ ഡയമണ്ട് പേടിയാവണു. ഡയമണ്ട് എന്താ നിറച്ച ഡയമണ്ട് ആണല്ലോ. ഐ എന്താണെന്നൊന്നും പറയണ്ടക്ക്. ഭാഗ്യാണ് ഭാഗ്യം. എന്തൊക്കെ ഭാഗ്യേ. ഒക്കെ ഭാഗ്യം എന്ന് പറഞ്ഞ ഭാഗ്യാണ്. വേറെ ആർക്കും ഇത്ര വലിയ ഭാഗ്യം ഉണ്ടാവൂല. സത്യേ വേറെ ആർക്കും ഇത്ര വലിയ ഭാഗ്യം ഉണ്ടാവൂല. ഇക്ക് ഭാഗ്യം നോക്കി എങ്ങനെ ഭാഗ്യം. ഇതൊക്കെ സമ്മതിക്കണം. അപ്പ എന്നോട് ആരാ വരാൻ പറഞ്ഞ? അമ്മേ ഓ കഴിഞ്ഞില്ലേ അത്? പോയാ ഞാൻ ഫുഡ് ഒന്ന് പോട്ടെ. നമ്മൾ കുറേ നേരം പറയാൻ നോക്കിയിരുന്നു. ഡീപ് സെറ്റ് എന്ന് ഞാൻ പറയാൻ നിന്നത്. ഏതായാലും ഇവിടെ കുറേ ഡയമണ്ട് ഇടത്തൊക്കെ നമുക്ക് കിട്ടിക്കണം. സ്ലൈം ഫാം ഉണ്ടാക്കും. പക്ഷെ സ്ലൈം ഫാം ഉണ്ടാക്കിയാണെങ്കിൽ ഇവരുടെ ചങ്ക ഏതാ നോക്കണം. ഓ ഞാൻ പേടിച്ച് സ്ലൈം വിചാരിച്ചിട്ട്. സ്ലൈം 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 അറ്റാക്ക് മീ അറ്റാക്ക് മീ. ഇത് നല്ല രസാ. ചാടിക്കളി 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 ചാടിക്കളി. ഞാൻ പോട്ടെ, വേറെ ജോലിയുണ്ട്. കേട്ടോ. ചാച്ച വാ നമുക്ക് താഴി കളിച്ചിട്ട് പോവാം. ചാടി കളിച്ചിട്ട് പോവാം. ഓക്കെ ഇത്ര ആൾക്കാരൊന്നും വേണം. ഓക്കെ യോ 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 ചാടിക്കളി ചാടിക്കളി. ഞാൻ പോട്ടെ കേട്ടോ ചാച്ച. ഞാൻ പോട്ടെ കേട്ടോ. ഞാൻ പോട്ടെ കേട്ടോ. ഒരു സ്പോണർ കണ്ടെത്തി ഞാൻ സ്പോണർ കണ്ടുപിടിച്ചു. നമുക്ക് സ്പോണറിന് എക്സ്പി ഫാം നോക്കണം, ബോൺ ഫാം നോക്കണം. എല്ലാതുമായി. അപ്പോൾ ഫാം ഇതെന്താ അത്? നമ്മൾ ഇങ്ങോട്ട് വന്നത്. ഓക്കെ ഇവിടെ കുറച്ച് അയൺ എടുത്തുണ്ടോണം നമുക്ക്. ഏതായാലും ഒരു ആവശ്യം ഉണ്ടായി.
ഈ അയണൊക്കെ ആവശ്യമുണ്ട് നമുക്ക്. തോരായണം ഇതൊക്കെ എടുത്തുണ്ടാണ്. നമുക്ക് ഫോർച്യൂണർ 3 കിട്ടി. അത്രക്കുണ്ടായ മണ്ണില് അതൊക്കെ ഓരോന്നിച്ച് പൊട്ടിച്ചാൽ നഷ്ടമാണ്. ഫോർച്യൂണർ 3 ട്യൂബിലും കിട്ടിയാൽ മതി, ലാഭമായിരുന്നു. വെറുതെ തരണ്ടേ? അതാണ് ഇവർക്ക് ജാലാണ് മൈൻക്രാഫ്റ്റ്. തരൂല. നമ്മളെ വില്ലേജൊന്ന് ട്രൈ ചെയ്തെടുക്കണം. ഏത് വില്ലേജറിൽ നിന്ന് നമ്മൾ കിട്ടുക? ആ ലൈബ്രറീൻ്റെ അടുത്ത് നിന്ന് കിട്ടുകയല്ലേ പുസ്തകങ്ങളൊക്കെ. എൻജോയിൻറ്റിങ് ബുക്ക്. നൈറ്റായോ? 9ാമത്തെ ദിവസം ഇത് മൈൻക്രാഫ്റ്റ്. ഞാൻ ജയിച്ചേ. ഒരു വാട്ടർ ബക്കറ്റ് എടുത്തോണ്ടോ? ഓക്കെ, ഞാനങ്ങനെ കേറിപ്പോ. ഇതേത് വഴി? ഇനി നമുക്ക് നമ്മളെ ബേസ് എത്തണം. എവിടെയാ ബേസ്? എന്താ ഗതീത്? വല്ലാത്ത ചതീത്. എൻ്റെ ഗതീത് വല്ലാത്ത ചതീത്. നമുക്ക് ടോർച്ചൊക്കെ അല്ലെങ്കിൽ ഇവിടെ വല്ലതും സ്പോണായി ഇതിനെ കൊല്ലാൻ വരും. അപ്പോൾ പറയണം നമ്മൾ അനാഥരാണ്, പക്ഷെ ഗുണ്ടകളല്ല എന്ന് പറയണം. അപ്പോൾ വന്നാൽ കിട്ടോളും. നമ്മൾ അനാഥരാണ്, ഗുണ്ടകളല്ലേ വിചാരിച്ചിട്ട് അല്ലേ? നിങ്ങൾക്കറിയില്ല? ഞാൻ പറഞ്ഞു. അപ്പോൾ അത് വന്ന വഴി നിന്നു ഞാൻ അതിനെ തല്ലിക്കൊന്നു. അപ്പോൾ മനസ്സിലായി ഞാൻ ഗുണ്ടയാണെന്ന്. അപ്പോൾ പിന്നെ എന്നെ ആക്രമിക്കാൻ വല്ല തുടങ്ങിയത് ദേഷ്യം കൂടിയിട്ട്. നിങ്ങൾക്കറിയില്ല? നിങ്ങൾക്കറിയില്ലല്ലേ? അത് നിങ്ങൾക്കറിയൂല. അതാ നിങ്ങൾക്കറിയൂല. സത്യം നിങ്ങൾക്കറിയൂല. എനിക്ക് മാത്രമേ അറിയുള്ളൂ. കുറെ നേരായി പോയി. നിൽക്കടാ. ഈ എന്തത് വാള എൻ്റർകാരങ്ങളും പണിയാലത്തിന്. എൻ്റെ അടുത്ത് അവൻ്റെ കളി. നല്ല ബേസ് എത്താൻ. ഇതെന്താ സംഭവം? ക്രാഫ്റ്റ്മാൻ 5 ഞാൻ കളിക്കുമ്പോഴൊന്നും ഇതുണ്ടായിരുന്നില്ല. പക്ഷെ ചെറിയ സ്പ്രൂസിൻ്റെ അവിടെ താഴത്ത് പുല്ലുകൾ മുളച്ചിട്ടുണ്ടായിരിക്കുന്നു. പക്ഷെ ഇവിടെ ഒന്നും ഇങ്ങനെ പുല്ലുകൾ മുളച്ചു. പൂവിൻ്റെ അവിടെ അതാ. ഇതേത് സ്ഥലം? നമ്മൾ അന്ന് കടന്നുറങ്ങിയ വീട്. എന്നെ കാരപ്പം അങ്ങോട്ട് വിളിച്ച്. ഇതേത് സ്ഥലം? നമ്മളിവിടെ ഒരു മാംഗ്രവ് ഉണ്ടായിരുന്നുണ്ട്. മാംഗ്രവ് എന്നാ പറയണേ. എന്താ ഇനി പറയാ? എന്താ ഇനി പറയാ? അതാ ആ മരം. അവിടെയാണ് നമ്മളെ ബേസ്. നമ്മളെ ബേസ് കോണം. അവിടെ ഹണി ഉണ്ട്. അവിടെ നിറച്ച് ഹണിയാണല്ലോ. ഇപ്പൊ കണ്ടില്ലേ, വെള്ളത്തിക്ക് വേണ്ടി ഞാൻ രക്ഷപ്പെട്ടു. അതാണ് ബുദ്ധി കളിക്കണം മോനെ. ബുദ്ധിക്ക് എപ്പോഴും ബുദ്ധി കളിക്കണം. അതറിയാം നിങ്ങൾക്ക്? എപ്പോഴും ബുദ്ധി കളിക്കണം എന്ന് പറഞ്ഞാൽ ബുദ്ധി കളിക്കണം, അല്ല മന്ദബുദ്ധി കളിക്കരുത്. ഓക്കെ, മന്ദബുദ്ധി കളിക്കരുത്. അങ്ങനെ സൈ എന്നാ പറയണേ. സ്കൈ ബ്ലോക്ക് സൈ എന്നാ പറയണേ. സ്കൈ ബ്ലോക്കും 1 ബ്ലോക്ക് കളിക്കണം. യൂട്യൂബിലിടാം. സ്കൈ ബ്ലോക്ക് കളിക്കണം വിടണം. കയ്യിൽ സ്കൈ ബ്ലോക്കിൻ്റെ മാപ്പ് കിട്ടിയാലല്ലേ. അല്ല, ഞാൻ ക്രാഫ്റ്റ് കളിക്കുമ്പോൾ ഒരു സ്കൈ ബ്ലോക്കിൻ്റെ മാപ്പ് കണ്ടിരുന്നു. നമുക്കത് ഇതിൽ കയറ്റാൻ പറ്റുമെന്നാവോ ആ മാപ്പ്? നമുക്കിതിൽ വിടാം. നല്ലൊരു ബേസ് ഉണ്ടാക്കണം. അതാ സ്ഥലത്ത്. ഹലോ അണ്ണാൻ്റെ പേരെന്താ? ചിപ്പി തെറ്റാ. കത്തം നമ്മുടെ ബേസിൻ്റെ അവിടെ തന്നെ എത്തി. തെറ്റാ.
ഇൻവെന്ററി ഫുള്ളാ. ഇൻവെന്ററി ഫുള്ളാണെങ്കിൽ പോട്ടെ. ഇതൊന്നും ഇപ്പം തരാം നമുക്ക്. പിഗ്ഗി നമുക്ക് നമ്മളെ ഇതെന്താ നോക്കിയൊക്കെ സംഭവം. വാല്യബിൾ നമുക്ക് ഇവിടെ ആക്കാം. ഫയർ അസെപ്റ്റ് ഡയമണ്ട് സോഡിനേക്കാം. ഫോർച്യൂണർ പറഞ്ഞിട്ടുള്ളൂ കിട്ടി നമുക്ക്. അൺബ്രേക്കിംഗ് 2 ഫോർച്യൂണർ ഇത് നമുക്ക് വെക്കണം. അപ്പോൾ നമുക്ക് പറ്റുകയാണെങ്കിൽ അടുത്ത എപ്പിസോഡിൽ തന്നെ ഫുൾ ഡയമണ്ട് ആർമർ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി അടുത്ത എപ്പിസോഡ് കാണാം. ടാറ്റ ബൈ ബൈ, സീ യു.